ദിവസങ്ങളായി തുടരുന്ന ശക്തമായ മഴയ്ക്ക് അല്പം ശമനം വന്നതോടെ ജലാശയങ്ങളിലെ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങി. ഇരുവഴിഞ്ഞിപ്പുഴയിലെ ജലനിരപ്പ് താഴ്ന്നതിനാൽ നീലേശ്വരം വില്ലേജിലെ പറശ്ശേരിപ്പറമ്പ് മദ്രസയിലെയും പ്രിക്കച്ചാൽ അംഗൻവാടിയിലെയും കുടുംബങ്ങൾ അവരുടെ വീട്ടുകളിലേക്ക് തന്നെ മടങ്ങിയിട്ടുണ്ട്. 3 ദിവസങ്ങളായി തുടരുന്ന ശക്തമായ മഴയ്ക്ക് അല്പം ശമനം വന്നതോടെ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങി. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും ബന്ധുവീടുകളിലേക്കും മറ്റും താമസം മാറിയ കുടുംബങ്ങൾ മിക്കവരും സ്വന്തം വീടുകളിലേക്ക് തന്നെ തിരിച്ചു വന്നു തുടങ്ങി. അതേസമയം ഇവരുടെ കിണറുകൾ, ബാത്റൂമുകൾ എന്നിവ എത്രത്തോളം സുരക്ഷിതമാണെന്ന് കണ്ടറിയണം. വ്യാപകമായി ചെളിയും വെള്ളവും അടിഞ്ഞുകൂടിയ വീടുകളിൽ സന്നദ്ധ പ്രവർത്തകരുടെയും മറ്റു നേതൃത്വത്തിൽ ശുചീകരണം നടത്തിയെങ്കിലും വീട് പൂർണ്ണമായി ഉപയോഗിക്കണമെങ്കിൽ ഇനിയും ദിവസങ്ങൾ കഴിയേണ്ടി വരും. ഇരുവഴിഞ്ഞിപ്പുഴയിലെ ജലനിരപ്പ് താഴ്ന്നതിനാൽ നീലേശ്വരം വില്ലേജിലെ പറശ്ശേരിപ്പറമ്പ് മദ്രസയിലെയും പ്രിക്കച്ചാൽ അംഗൻവാടിയിലെയും കുടുംബങ്ങൾ അവരുടെ വീടുകളിലേക്ക് തന്നെ മടങ്ങിയിട്ടുണ്ട്. മുക്കം നഗരസഭയിലെ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിലെ ഒരു കുടുംബം അവരുടെ വീട്ടിലെ വെള്ളമിറങ്ങാത്തതിനാൽ ഇവിടെ തന്നെ തുടരുകയാണ്. മാടായി ശ്രീജിത്തിൻ്റെ വീടിനോട് ചേർന്നുള്ള മതിലിടിഞ്ഞു വീണ് അപകട ഭീഷണിയിലായി. തൂങ്ങാമ്പുറം ഡിവിഷൻ മേടംപറ്റ റാഫിയുടെ വീടിൻ്റെ പിൻഭാഗത്ത് മതിലിടിഞ്ഞു വീണ് വർക്ക് ഏരിയയിലെ ഷീറ്റുകൾ പൊളിഞ്ഞു വീഴുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, മുക്കം.